ശ്രീഗുരുവായൂരപ്പാ ശരണം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീഗുരോശ്ചരണാംഭോജം യസ്യാം ദിശി വിരാജത്തെ തസ്യൈ ദിശേ നമസ്കുർമ കായേന വചസാ ധിയാ. ശ്രീമള്ളിയൂരപ്പാ ശരണം. യോऽന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാ അന്യാശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. സുഖായ കർമാണി കരോതി ലോകഃ. എല്ലാവരും സുഖത്തിൻ്റെ അന്വേഷണത്തിലാണ്. എത്ര ചെറിയ ഒരു ജീവിയായാലും വളരെ ഉത്കൃഷ്ടമായിട്ടുള്ള ഒരു ഈശ്വര സൃഷ്ടി എന്ന് പറയുന്ന മനുഷ്യൻ ആയാലും എല്ലാവരും സുഖത്തിൻ്റെ പിറകെയാണ്. ഒരു ചെറിയ എറുമ്പായാലും കുറച്ച് ദൂരം ഇങ്ങനെ സഞ്ചരിക്കും, അത് കഴിഞ്ഞ് അവിടെ നിന്ന് വീണ്ടും പുതിയ ഒരു സ്ഥലത്തേക്ക് അന്വേഷണം. മനുഷ്യൻ്റെയും ജീവിതയാത്ര എന്ന് പറയുന്നത് സുഖാന്വേഷണമാണ്. കുറേ കൊള്ളുന്നു, പലതും തള്ളുന്നു. ഇങ്ങനെ കൊള്ളുകയും തള്ളുകയും ഒക്കെ ചെയ്യുന്ന മനുഷ്യ ജീവിതം. ആ മനുഷ്യ ജീവിതത്തിൻ്റെ സഫലതയിലേക്ക് നീങ്ങുന്നവര് വളരെ കുറച്ച് പേര്. ഈശ്വരന്റെ അനുഗ്രഹവും ഗുരുവിൻ്റെ കാരുണ്യവും ഒക്കെ ഉണ്ടെങ്കിൽ ചിലര് മാത്രം ആ ഭഗവത് പദത്തിലേക്ക് എത്തിച്ചേരുന്നതായിട്ട് നമുക്ക് കാണാം. ഗുരു കാരുണ്യത്തോടു കൂടിയിട്ട്, ശാസ്ത്രത്തിൻ്റെ സഹായത്തോടു കൂടിയിട്ട് ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് ആത്മാന്വേഷണത്തിലൂടെ എത്തുന്നവര്, ആ മോക്ഷത്തിൻ്റെ ശ്രീകോവിലിലേക്ക് കടക്കുന്നവര് വളരെ കുറച്ച് പേര്. ആനന്ദത്തിൻ്റെ അല്ലെങ്കിൽ ബ്രഹ്മാനന്ദത്തിൻ്റെ ആ പരമകാഷ്ഠയിൽ എത്തിച്ചേരാൻ വേണ്ടി ശാസ്ത്രത്തിൻ്റെ സഹായത്തോടു കൂടിയിട്ട് ആരാണോ ശ്രമിക്കുന്നത് അവരെ നമുക്ക് സാധകന്മാർ എന്ന് പറയാം. ഒരു സാധകന്റെ കഥയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ആത്മവിസ്മൃതിയിലാണ്ടുപോയ ഒരു സാധകന്റെ കഥ, ഗജേന്ദ്രമോക്ഷം. പല പ്രാരബ്ധങ്ങളിൽപ്പെട്ട് നട്ടം തിരിയുമ്പോൾ എന്തിനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, ഭഗവാൻ എന്തിനാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത് എന്ന് നമ്മൾ മറന്നുപോകുന്നു. ഹരിണാ പ്രേഷിതാവയം, ഭഗവാനാണ് നമ്മൾ ഇങ്ങോട്ട് അയച്ചത്. പക്ഷെ നമ്മൾ അതെല്ലാം മറന്നുപോകുന്നു. ആ സാധകന്റെ മാർഗഭ്രംശത്തിൻ്റെ കഥ. പക്ഷേ അവസാനം ഈശ്വര സ്മരണയിലൂടെ ഭഗവത് സാമീപ്യവും ഭഗവത് സാരൂപ്യവും നേടുന്ന ഒരു സാധകന്റെ കഥ. ഇതാണ് ഗജേന്ദ്ര മോക്ഷം. ആദ്യം സ്വയംഭൂമനുവിനെയും ശതരൂപയും ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സുനന്ദായാം വർഷശതം പദൈകേന ഭുവം സ്പൃശൻ
തപ്യമാനസ്തതോ ഘോരം ഇതമന്വാഹ ഭാരത. സുനന്ദ നദീതീരത്ത് ശതരൂപയോടൊപ്പം തപസ്, അതികഠോരമായിട്ടുള്ള തപസ്, എത്രയോ കാലം ആ തപസ് ചെയ്ത് താൻ അനുഭവിച്ച ഈശ്വരനെ, കണ്ട ഈശ്വരനല്ല, താൻ അനുഭവിച്ച ആ ഈശ്വരനെയാണ്, ആ ഈശ്വര ചൈതന്യത്തെക്കുറിച്ചാണ് പിന്നെ മനു പറയുന്നത് നമ്മളോട്. യേന ചേതയത്തെ വിശ്വം വിശ്വം ചേതയത്തെ നയം യോ ജാഗർത്തിശയാനേസ്മിന്നായം തം വേദ വേദസഃ. യേ ന ചേതയത്തെ വിശ്വം വിശ്വം ചേതയത്തെ നയം യോ ജാഗ്രത്തിശയാനേസ്മിന്. ഏതൊരു ചൈതന്യമാണോ ലോകം മുഴുവൻ ചൈതന്യവത്താക്കി തീർക്കുന്നത്, ഏതൊരു ചൈതന്യത്തെയാണോ ഈ കാണുന്ന ലൗകിക വസ്തുക്കൾക്കൊന്നും തന്നെ ചൈതന്യവത്താക്കാൻ സാധിക്കാത്തത്, ഏതൊരു ചൈതന്യമാണോ സകല ചരാചരങ്ങളെയും ചലിപ്പിക്കുന്നത്, ന തത്ര സൂര്യോ ഭാതി ന ചന്ദ്രതാരകം നേമാ വിദ്യുതോ ഭാന്തി കുതോയമഗ്നി തമേവ ഭാന്തം അനുഭാതി സർവം തസ്യ ഭാസ സർവമിദം വിഭാതി. ആ ഒരു ചൈതന്യം, ആ പരമാത്മ ചൈതന്യത്തെ ന വേദ, അറിയുന്നില്ല നമ്മൾ ആ ഈശ്വര ചൈതന്യത്തിന്റെ മഹത്വം അറിയാതെ ഈശാവാസ്യമിദം സർവം എന്ന് മനസ്സിലാക്കാതെ, ഭാഗവതത്തിലെ ആത്മാവാസ്യമിദം വിശ്വം യത്കിഞ്ച ജഗത്യാം ജഗത് തേന ത്യക്തേന ഭുഞ്ജീധാമാഗൃത കസ്യ സിദ്ധനം. ആത്മാവാസ്യം, ആ പരമാത്മാവിൽ, പരമാത്മാവിനെ കൊണ്ട് വ്യാപൃതമാണ് സകല ചരാചരങ്ങളും എല്ലാം. ആ ഭഗവാൻ നൽകിയ പ്രസാദമായിട്ട് എല്ലാം സ്വീകരിക്കുക. നമ്മൾ അഹങ്കാരത്തോട് എൻ്റെതാണ്, ഞാനാണ് എന്നുള്ള അഹം മമ ഈ ബുദ്ധി വേണ്ട. വരുമ്പോൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, അങ്ങോട്ട് പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകാനും സാധ്യമല്ല. അതുകൊണ്ട് തേന ത്യക്തേന ഭുഞ്ജീത, ആ ഭഗവത് പ്രസാദമായിട്ട് സ്വീകരിക്കുക, ആ രീതിയിൽ അനുഭവിക്കുക, ത്യാഗബുദ്ധിയോട് കൂടിയിട്ട്. അമിതമായ ലോഭം വേണ്ട, ആഗ്രഹം വേണ്ട. നേരത്തെ സ്വാമിജി പറഞ്ഞു ഭഗവാനോട് ഒരു പ്രാർത്ഥനയുണ്ട്, എന്നെ എരപ്പാളിയാക്കല്ലേ എന്ന്. എത്ര വലിയൊരു തത്വമാണെന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ചെറിയ ഒരു വാചകമാണ്, പക്ഷേ അത്ഭുതകരമായ ഒരു തത്വം, നമുക്ക് ഉൾക്കൊള്ളാനുള്ള ഒരു പാഠം. തീർത്ഥാടന കേന്ദ്രമായിട്ടുള്ള ക്ഷേത്രങ്ങളെ ഭിക്ഷാടന കേന്ദ്രമാക്കുകയല്ലേ നമ്മൾ, അല്ലേ? ക്ഷേത്രങ്ങൾ തീർത്ഥാടന കേന്ദ്രമാകല്ല, ഭിക്ഷാടന കേന്ദ്രമാകുന്നു. അത് തരണം, ഇത് തരണം, അത് തന്നാൽ ഞാൻ ഇത് തരാം എന്നുള്ള ലേലം വിളിയല്ലേ. അവിടെയാണ് ആ സ്വാമിയുടെ കൊച്ചു വാക്കിൻ്റെ പ്രസക്തി. അതിനുശേഷം സ്വയംഭൂമനു പ്രാർത്ഥിച്ചു. യം ന പശ്യതി പശ്യന്തം ചക്ഷുർയസ്യ നരിഷ്യതി തം ഭൂതനിലയം ദേവം സുപർണമുപധാവത നയസ്യാദ്യന്തോ മധ്യം ച സ്വപ്പരോ നാന്തരം ബഹി വിശ്വസ്യ അമൂനിയത് യസ്മാത് വിശ്വം ച തദൃതം മഹത്. ആ ഭഗവത് ചൈതന്യം, ബ്രഹ്മമാകുന്ന ആ ഈശ്വര ചൈതന്യമാണ് മായയെ സ്വീകരിച്ച് പല 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 രൂപങ്ങളിൽ നമ്മുടെ മുന്നിൽ വ്യാപരിക്കുന്നത്, നിറഞ്ഞു നിൽക്കുന്നത്. അതൊക്കെ ഭഗവാന്റെ തന്നെ ശക്തിയായിട്ടുള്ള മായയാണ് എന്നൊക്കെ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന നമുക്ക് കാണാം ആദ്യം. അത് കഴിഞ്ഞ് പിന്നെ
മറ്റ് മന്വന്തരങ്ങളെക്കുറിച്ച് പറഞ്ഞില്ലല്ലോ എന്ന് വീണ്ടും പരീക്ഷത്തിന്റെ ജിജ്ഞാസ. ബാക്കി മന്വന്തരങ്ങളെ പരിചയപ്പെടുത്തുന്നു ആദ്യത്തെ അഷ്ടമസ്കന്ധത്തിലെ ആദ്യത്തെ അധ്യായത്തില്. മന്വന്തരം എന്നുള്ളതാണ് വിഷയം തന്നെ. മനുവിന്റെ അന്തരം, മനുവിന്റെ കാലഘട്ടം, കാലവിശേഷം. മനോഹോ അന്തരം അല്ലെങ്കിൽ മനൂനാം അന്തരം. ഓരോ മനുവിനെയായിട്ട് അവിടെ നമുക്ക് പരിചയപ്പെടുത്തി തരും. ഓരോ മനുവിലും ഭഗവാൻ അവതരിച്ചതും വിഭു ആയിട്ടും സത്യസേനനായിട്ടും പിന്നെ താമസമന്വന്തരത്തില് ഹരിയായിട്ടും ഭഗവാൻ അവതരിച്ചു എന്ന് പറഞ്ഞു. അത് കേട്ട സമയത്ത് വീണ്ടും പരീക്ഷിത്ത് ചോദിച്ചു, ബാദരായണ ഏതത്തെ ശ്രോതുമിച്ഛാമഹേ വയം ഹരിർയഥാ ഗജപതിം ഗ്രാഹഗ്രസ്തം അമൂമുചത്. ഭഗവാൻ ഹരിയായിട്ട് വന്ന് ഗ്രാഹഗ്രസ്തനായിട്ടുള്ള ഗജേന്ദ്രനെ മോചിപ്പിച്ച കഥയുണ്ടല്ലോ, ആ വളരെ വിശേഷപ്പെട്ട ചരിത്രം ഒന്ന് വിസ്തരിച്ച് പറഞ്ഞു തരണം. അതിങ്ങനെ ചുരുക്കി പറഞ്ഞാൽ പോരാ, കൂടുതൽ വിസ്തരിച്ച് കേൾക്കണം. അപ്പോഴാണ് സാധകന്റെ കഥയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. ഇന്ദ്രദ്യുമ്നൻ എന്ന രാജാവ്, പരമഭക്തൻ, എപ്പോഴും ഈശ്വര ഭജനയില് മുഴുകിയിരിക്കുന്ന ഭക്തനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഗജേന്ദ്രമോക്ഷം കഥ പറഞ്ഞിട്ട് അതിനുശേഷം പൂർവജന്മ വൃത്താന്തം പറയുമ്പോഴാണ് പറയുന്നതെങ്കിലും നമുക്ക് അവിടുന്ന് തുടങ്ങുന്നതാണ് എളുപ്പം. പരമഭക്തനാണ്, അഗസ്ത്യന്റെ ശിഷ്യനാണ്. പക്ഷേ പ്രാരബ്ധം അത് അനുഭവിച്ചേ പറ്റൂ. സുകൃതം ദുഷ്കൃതം ചെയ്വ കർത്താരം അനുഗച്ഛതി എന്ന് അനുഭവിച്ചല്ലേ പറ്റൂ. അത് ഇന്ദ്രദ്യുമ്നനായാലും ശരി, ആരായാലും ശരി, നമ്മളായാലും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം നമ്മൾ അനുഭവിച്ചേ തീരൂ. അതിനനുസരിച്ച് ശാപമേൽക്കേണ്ടി വരുന്നു. അഗസ്ത്യ മഹർഷിയുടെ ശാപം. സാധകന്റെ ബുദ്ധി തമസിന്റെ ആവരണത്താൽ എപ്പോഴാണോ യാഥാർത്ഥ്യബോധം നശിച്ച് എല്ലാം മറന്ന് അനാത്മബോധമാകുന്ന ഈ കർമ്മഗ്രാഹം മുതല സംസാരഗ്രാഹം അത് ഗ്രഹിക്കുന്നത്, പിടിക്കുന്നത്, ഗ്രസിക്കുന്നത്, അപ്പൊ നമ്മൾ ദുഃഖത്തിന് വശീഭൂതരായിത്തീരുന്നു. ആ ദുഃഖത്തില് പല 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 ക്ലേശങ്ങളില് എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും മാറ്റം വരാതെ തീർത്തും സാധകൻ തളരുമ്പോൾ ഈശ്വരനെ ആശ്രയിക്കുന്നു. ആർക്കും തന്നെ ഉയർത്താൻ സാധ്യമല്ല എന്ന് ആ സാധകന് ബോധ്യം വരുമ്പോൾ ഭഗവാനെ സ്മരിക്കുന്നു. സംസാരത്തിൽ നിന്ന് മുക്തനാകുന്നു. രത്നച്ചുരുക്കം ഇതാണ് ഗജേന്ദ്രമോക്ഷത്തിന്റെ. കുംഭീന്ദ്രൻ പോയി ത്രികൂടാചലസരസി മുദാ പണ്ടഗസ്ത്യന്റെ ശാപാത് പിൻകാലിന്മേൽ കടിച്ചു മുതല കടിവിടാതായിരത്താണ്ടുഴന്നാൻ അന്നേരം പൊന്നുവത്രേ മുരരിപോ ഗരുഡാരൂഢനായി ധ്യാനശക്തിയാ നക്രം ചക്രേണ കൊന്ന കരിവരനത സായുജ്യമേകീ മുകുന്ദൻ. ഒറ്റ ശ്ലോകത്തില് കഥ പറഞ്ഞു കഴിഞ്ഞു. കഥ വിസ്തരിക്കേണ്ട ആവശ്യം ഇല്ല. പാണ്ഡ്യദേശത്തെ ഇന്ദ്രദ്യുമ്നൻ വിഷ്ണുഭക്തൻ മലയപർവ്വതത്തിലെ ആശ്രമത്തില് മൗനവ്രതം അനുഷ്ഠിക്കുമ്പോൾ അഗസ്ത്യൻ വരുന്നു. തന്നെ അപമാനിച്ചതാണ് എന്ന് അദ്ദേഹത്തിന് തോന്നുന്നു. കാരണം പൂജ്യ വ്യതിക്രമം എന്നാ പറയാ. പൂജിക്കേണ്ടവരെ പൂജിക്കാതിരുന്നു കഴിഞ്ഞാൽ
അത് വലിയ അധർമ്മമാണ്. അത് സംഭവിച്ചു, അറിഞ്ഞിട്ടല്ല, പക്ഷെ അങ്ങനെ വന്നു. ആതിഥ്യ മര്യാദ നിർവഹിക്കാത്തത് കൊണ്ട് കുപിതനായി ശപിച്ചു. യഥാർത്ഥത്തില് അദ്ദേഹം ധ്യാനനിമഗ്നനായിരുന്നു, ഏകാഗ്രതയുണ്ടായിരുന്നു, അത്ര കടുത്ത ഭക്തിയായിരുന്നു. നമ്മൾ ഏകാദശ സ്കന്ധത്തില് 24 ഗുരുക്കന്മാരുടെ കഥ പറയുമ്പോൾ ഒരു അസ്ത്രം പണിക്കാരൻ്റെ പറയുന്നുണ്ട് അല്ലേ, യഥേഷുകാരഹ അല്ലെ, ഇഷുകാരൻ യഥേഷുകാരഹ നൃപതിം വ്രജന്തം ഇഷൗ ഗതാത്മാ ന ദദർശ പാർശ്വേ. കണ്ടില്ല, വലിയൊരു ഘോഷയാത്ര അടുത്തൂടെ പോയി, പക്ഷേ ശരംപണിക്കാരൻ ഘോഷയാത്ര പോയത് അറിഞ്ഞതേയില്ല, അത്ര ഏകാഗ്രതയായിരുന്നു. ആ ഒരു ഏകാഗ്രതയോട് കൂടിയിട്ടാണ് തീക്ഷ്ണ ഭക്തിയിൽ മുഴുകിയിരുന്നത് രാജാവ്. അതുകൊണ്ട് മഹർഷിയുടെ വരവ് അറിഞ്ഞില്ല. പക്ഷെ വേഗത്തില് തൻ്റെ ഭക്തന് മുക്തി കൊടുക്കണം എന്ന് ചിന്തിച്ചിട്ടായിരിക്കാം ചിലപ്പോൾ അഗസ്ത്യ മഹർഷി ശപിച്ചിട്ടുണ്ടാവുക. ആനയായി തീരട്ടെ ശപിച്ചു. ശാപം തൻ്റെ കർമ്മഫലമാണ് എന്ന് അറിയാം. എപ്പോഴും ഭാഗവതത്തിൽ പല സന്ദർഭങ്ങളിൽ നമുക്ക് കാണാം, ശപിക്കുന്നത് ഒക്കെ എന്തിനു വേണ്ടിയിട്ടാ? എന്തിനാ? അനുഗ്രഹിക്കാനാ. ശാപം എന്ന് പറയുന്നത് ഒരിക്കലും നീ നശിച്ചു പോട്ടെ, നീ നന്നാവാതെ പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ? ആണോ? അല്ല. ശാപം അനുഗ്രഹാർത്ഥായ, അനുഗ്രഹിക്കാനാണ് ശപിക്കുന്നത്. ഇവിടെയും ആ ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ട് തന്നെയാണ് ശപിച്ചത്. അപ്പോൾ നാം ചെയ്തു കൂട്ടുന്ന കർമ്മങ്ങളുടെ ഫലം അനുഭവിച്ചു തീർക്കുക. അതിനാണ് എന്ത്? പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനീ ജഠരേ ശയനം. വീണ്ടും വീണ്ടും ജനിക്കുന്നത് കർമ്മഫലം അനുഭവിച്ചു തീർക്കാൻ വേണ്ടിയിട്ടാ. തീർത്തേ പറ്റൂ. പൂർവജന്മസ്മരണയുണ്ടായിട്ടും ജഡഭരതന് മാനെന്നെ ചിന്തിച്ചിട്ട് മാനായിട്ട് ജനിച്ച് ഉണക്ക പുല്ലും കാട്ടാറിലെ വെള്ളവും കുടിച്ചിട്ടൊരു തപസ്വിയായിട്ടാണ് ആ മാൻ ജീവിച്ചത്. പക്ഷെ എന്നിട്ടും തീർന്നോ? തീർന്നില്ല. ഗണ്ഡകി നദിയിൽ ആ ദേഹം അങ്ങോട്ട് ഒഴുക്കി കളഞ്ഞിട്ടും കർമ്മഫലം അത് കുറച്ച് ബാക്കിയുണ്ടേ, പ്രാരബ്ധം. അതുകൊണ്ടാണ് വീണ്ടും ഒരു ബ്രാഹ്മണനായിട്ട് ജനിക്കേണ്ടി വന്നത്. അനുഭവിച്ചേ പറ്റൂ. ഓ, കർമ്മപാശത്തെ ലംഘിക്കയെന്നത് ബ്രഹ്മാവിന്നു മെളൂതല്ല നിർണയം. സദ്യല്ല. ബ്രഹ്മാവിന്റെ സ്ഥിതി ഇതാണ്, പിന്നെ നമ്മുടെ കാര്യം പറയാനുണ്ടോ? ആനയായി തീർന്ന ഇന്ദ്രദ്യുമ്നൻ ക്ഷീരസാഗര മധ്യത്തിലെ ത്രികൂട പർവ്വതത്തിലെ, അവിടുന്നാണ് 2-ാം അധ്യായം തുടങ്ങുന്നത്. ആസീത് ത്രികൂട പർവ്വതത്തിലെ അതിസുന്ദരമായ ഉദ്യാനം, അതിമനോഹരമായിട്ടുള്ള ഐശ്വര്യപൂർണമായിട്ടുള്ള സ്ഥലം. അവിടെ ഗജേന്ദ്രനായിട്ട് തൻ്റെ ആയിരക്കണക്കിന് പിടിയാനകളോടൊപ്പം കെങ്കേമനായിട്ട് വളരെ പ്രൗഢിയോട് കൂടിയിട്ടാണ്. ആനയാണെങ്കിലും കേമത്വത്തിന് ഒരു കുറവുമില്ല. ആ ആനയുടെ ഗന്ധം അടിച്ചാൽ തന്നെ സിംഹങ്ങൾ പോലും ഓടി ഒളിക്കും. അത്ര കഴിവോട് കൂടിയട്ടെ. അവിടെയും യഥാർത്ഥത്തിൽ ഈശ്വരൻ അനുഗ്രഹിക്കുകയാണെന്ന ഭട്ടപാദര് പറയുന്നത്. സർവാൻ ജന്തൂൻ അത്യവർത്തിഷ്ടശക്തിയാ ത്വദ്ഭക്താനാം കുത്രനോത്കർഷലാഭ. നമ്മളോട് ചോദിക്കുകയാണ്, ത്വദ്ഭക്താന, ഭഗവത് ഭക്തന്മാർക്ക് എവിടെയാണ് ഉത്കർഷം കിട്ടാതിരിക്കുക? ആനയായിട്ട് ജനിച്ചാലും അവിടെയും കേമനായിട്ട്. ഭഗവത് ഭക്തരെ എവിടെ ചെന്നു കഴിഞ്ഞാലും ഭഗവാന്റെ കാരുണ്യം, ഏത് ജന്മമെടുത്താലും ഭഗവത് കാരുണ്യം ഉണ്ടാകും. ഒരു പ്രത്യേക സ്ഥാനം ഭഗവാൻ അവർക്ക് നൽകും. അതാണ് നമുക്ക് കാണിച്ചു തരുന്നത്. പിന്നെ വേനലില് ആ കുടുംബം പരിവാരം ഒക്കെ നട്ടം തിരിയുന്നു. സഘർമ്മതപ്തകരിഭി കരേണുഭിർവൃതോ മദച്യുത്കളഭൈരനുദ്രുത ഗിരിം ഗരിമ്ണ പരിതപ്രകമ്പയൻ നിഷേവ്യമാണോളികുലൈർ മദാശനൈ. സഘർമ്മതപ്തഃ, വേനലില് തപ്പിച്ചു.
വെള്ളം കിട്ടാനില്ല എവിടെയും. ദാഹിച്ചവശരായിട്ട് അവർ വെള്ളം അന്വേഷിച്ചിട്ട് ആ പിടിയാനകളോടൊപ്പം ആനക്കുട്ടികളോടൊപ്പം പരിവാര സമേതനായിട്ട് അങ്ങനെ പോയി എത്രയോ എത്രയോ ദൂരം അന്വേഷിച്ച് ചെന്നു. അപ്പോഴാണ് ഒരു നല്ല തണുത്ത കാറ്റ്. കൊള്ളാമെന്ന് തോന്നി. ഇതാ ഇവിടെ എവിടെയോ വെള്ളം ഉണ്ട് എന്ന് മനസ്സിലായി. ആ കാറ്റ് എവിടെ നിന്നാണോ വരുന്നത് ആ ദിക്കിലേക്ക് കുറച്ചുകൂടി ദൂരം സഞ്ചരിച്ചപ്പോൾ കണ്ടു, സരോനിലം പങ്കജരേണുരൂഷിതം ജിഘ്രൻ വിദൂരാന്മദവിഹ്വലക്ഷണ വൃതസ്വയൂധേന തൃഷാർദിതേന തത്സരോവരാഭ്യാസമധാഗമദ്രുതം. സരോവര സമീപത്തേക്ക് എല്ലാ ആനകളും ചെന്നു. ദാഹിച്ച് തൊണ്ട വെറ്റിക്കൊണ്ടാണ് പോകുന്നത്. ഈ പോകുന്ന സമയത്ത് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. എന്ത്? കുടിക്കാൻ കുറച്ച് വെള്ളം വേണം. പക്ഷേ ആ താമര പൊയ്കയെ കണ്ടപ്പോഴ് ഇഷ്ടം പോലെ വെള്ളം കുടിച്ച് ദാഹം ഒക്കെ തീർത്തപ്പോഴ് തിരിച്ചിങ്ങോട്ട് പോന്നാ പോരെ? അല്ല, കുറച്ച് ഒന്ന് കുളിക്കാം എന്ന് തോന്നി. കുളിക്കാൻ ഇറങ്ങിയപ്പോഴോ കുളിച്ചിട്ട് ഇങ്ങോട്ട് കയറിയോ? ഇല്ല. കുടിക്കാൻ പോയ ആന കുളിക്കാൻ ഇറങ്ങി, കുളിച്ച് കയറിയില്ല, കളിക്കാൻ തുടങ്ങി. ആരുടെ കഥയാ പറയുന്നത്? യഥാഗൃഹി. ആനക്കഥ എത്ര പെട്ടെന്നാണ് ഒരു ഗൃഹസ്ഥന്റെ കഥയായിട്ട് മാറുന്നത്. ഭാഗവതത്തിൽ തന്നെ പറയുന്ന വാക്കാണ് യഥാഗൃഹി. ഗൃഹസ്ഥന്റെ കഥയായിട്ട് മാറുന്നു, ആനക്കഥയല്ല. നമ്മുടെ ഓരോരുത്തരുടെയും സ്ഥിതി ഇതാ. വീണ്ടും 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 ആഗ്രഹങ്ങൾ ഇങ്ങനെ കൂടി വരിക. ദാഹജലം കിട്ടിക്കഴിഞ്ഞാൽ ദാഹം തീർത്തിട്ട് വന്നാൽ മതിയില്ലേ? പോരെ? നിർത്തുന്നുണ്ടോ നമ്മള്? ഇല്ല. സുഖായ കർമാണി കരോതി ലോകഃ. വീണ്ടും 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 സുഖാന്വേഷണത്തിന്. ഇതിനേക്കാൾ കൂടുതൽ എന്ത് കിട്ടും? കൂടുതൽ എന്ത് കിട്ടും? വീണ്ടും 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 അന്വേഷണമാ. എന്നിട്ട് എന്താ കിട്ടുന്നത്? വിന്ദേദ ഭൂയസ്തതയേവ ദുഃഖം. ദുഃഖല്ലേ കിട്ടുന്നത്. സുഖം കിട്ടുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവെന്താ? ഓട്ടം നിർത്തുന്നില്ല. നമ്മള് ഈ ഓട്ടം നിർത്തുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? സുഖം ലഭിക്കുന്നില്ല. വീണ്ടും വീണ്ടും ഓടിക്കൊണ്ടേയിരിക്കുക. പപൗനികാമം നിജപുഷ്കരോദ്ധൃതം ആത്മാനമദ്ഭിസ്നപയൻ ഗതക്ലമഃ സ്വപുഷ്കരേണോദ്ധൃത ശിഖരാംബുഭി നിപായയൻ സംസ്നപയൻ യഥാഗൃഹി. ഒരു ഗൃഹസ്ഥന്റെ കഥ. അർത്ഥം എത്ര വളരെയുണ്ടായാലും തൃപ്തിയാകാം മനുഷ്യനൊരു കാലം. 10 കിട്ടുകിൽ 100 മതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്നും 1000 പണം കയ്യിലുണ്ടാകുമ്പോൾ അയുതമാകിൽ ആശ്ചര്യമെന്നതും. ഇങ്ങനെ ആഗ്രഹം ഇങ്ങനെ കൂടി വരുന്ന ഒരു സാധാരണ മനുഷ്യന്റെ, ഒരു ഗൃഹസ്ഥന്റെ കഥ പറയുന്നു. പക്ഷേ യദൃച്ഛയാ ജീവിതത്തിൽ ഇങ്ങനെയാ സംഭവിക്കാറുള്ളത് അല്ലേ? യദൃച്ഛയാന്ന് ഭാഗവതം പറഞ്ഞ വാക്കതാ. യാദൃച്ഛികമായിട്ട് നമ്മള് ഒരു കാര്യം തീരുമാനിച്ചുറച്ചു കഴിഞ്ഞാലും ആരാ യഥാർത്ഥത്തിൽ തീരുമാനിക്കേണ്ട ആള്? അന്യഥാ ചിന്തിതം കാര്യം ദൈവം അന്യത്ര ചിന്തയേത്. ഭഗവാനാ. ആ ഭഗവാൻ നിശ്ചയിക്കുന്നതനുസരിച്ച കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. നമ്മളൊക്കെ പറയും, ഓ ഇത് എൻ്റെ കേമത്താണ്, ഞാനാണ് ഈ കാര്യങ്ങൾ, ഞാനില്ലെങ്കിൽ കാണാമായിരുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ? യഥാർത്ഥത്തിലെ ആരാ നിശ്ചയിക്കേണ്ടത്? ഭഗവാന്. ഇങ്ങനെയാ സംഭവിക്കുന്നത്. ഏതായാലും മുതല യാദൃച്ഛയായിട്ട് യദൃച്ഛയൈവം ഗ്രാഹോ ബലിയാൻ ചരണേരുഷ അഗ്രഹീത്. ഒരു മുതല, അതിശക്തനായിട്ടുള്ള ഒരു മുതല ആ പിൻകാലിലായിട്ട് അങ്ങോട്ട് പിടിച്ചങ്ങോട്ട് വലിക്കാൻ തുടങ്ങി. തന്നെ ഈ വെറും ഒരു മുതല വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും എന്ന അഹങ്കാരം ആർക്ക്? ഗജേന്ദ്രന്. കാലങ്ങോട്ട് കുടഞ്ഞു. കാലങ്ങോട്ട് കുടഞ്ഞപ്പോ കുറച്ചും കൂടെ വായങ്ങോട്ട് പിളർന്നിട്ട് ഗജേന്ദ്രന്റെ കാലിൽ ഒന്നും കൂടെ ശക്തിയായിട്ട് ഒരൊറ്റ പിടുത്തം. ആര്? കാലഗ്രാഹം, കർമ്മഗ്രാഹം.
സംസാരഗ്രാഹം. അത് പല രീതിയിലായിരിക്കും. ഒന്നെങ്കിൽ രോഗത്തിൻ്റെ രീതിയിലാവാം, അല്ലെങ്കിൽ ദാരിദ്ര്യത്തിൻ്റെ രീതിയിലാവാം. ഏതൊക്കെ രീതിയിലാണെന്ന് പറയാൻ സാധ്യമല്ല. പക്ഷേ അങ്ങനെ എന്തെങ്കിലും ഒരു വീഴ്ച വരുന്ന സമയത്ത്, ഒരു പിടുത്തം, ഒരു മുതലയുടെ പിടുത്തം വരുന്ന സമയത്ത് അതിനെ ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറുണ്ടോ? ഇല്ല. നമ്മൾ അപ്പോഴും നമ്മൾ എന്നെയോ, ഞാൻ ആര് എന്നുള്ള അഹങ്കാരമാണ്. ആദ്യം അതായിരുന്നു. ത്രികൂട്ട പർവ്വതത്തെ കിട്ടുകിട്ടാന്ന് വിറപ്പിച്ച എന്നെ ഈ ഒരു മുതല വിരിച്ചാൽ സാധിക്കുമോ എന്നുള്ള ഭാവം കുറച്ച് സമയമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം എന്താ, അപ്പോഴേക്കും ബാക്കിയുള്ള പിടി ആനകളും മറ്റ് കൂട്ട് ആനകളും എല്ലാവരും സഹായിക്കാനായിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കി. പിടിയും വലിയുമായിട്ട് നിയുധ്യതോരേവമിഭേന്ദ്രനക്രയോഹം വികർഷതോരന്തരതോ ബഹിർമിത സമാസഹസ്രം വ്യഗമൻ മഹീപതേ. എത്ര കാലം! ആദ്യമൊക്കെ കൂടെ ഒന്ന് വലിച്ച് രക്ഷിക്കാനൊക്കെ ആയിട്ട് ആരുണ്ടായിരുന്നു? കൂടെയുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു, പിടി ആനകളൊക്കെ ഉണ്ടായിരുന്നു. എത്ര കാലം വിചാരിച്ചിട്ട് അവർ കാത്തിരിക്കുക? ആരുടെ സ്ഥിതിയാ? നമ്മുടെ സ്ഥിതിയാ. പെട്ടെന്നാണ് ഫോൺ വന്നത്, അമ്മയ്ക്ക് സീരിയസ് ആണ്, ICUലാണ്. ഉടനെ കൽക്കത്തയിൽ നിന്നുള്ള മോള് പറന്നു വന്നു, ഡൽഹിയിൽ നിന്നുള്ള മോൻ ഓടി വന്നു, ഒക്കെ എല്ലാവരും വന്നു. ആസ്പത്രിയിലെ ICUല് അകത്തേക്ക് ആരെയും കയറ്റില്ല. ഗ്ലാസിൻ്റെ അകത്തോട് ഇങ്ങനെ എത്തി നോക്കാം, അത്രേ പറ്റുള്ളൂ. അയ്യോ, ഒന്ന് കാണണമല്ലോ, നിർവാഹമില്ല. പിന്നെന്താ വഴി? 5 മണിക്ക് ഒരാൾക്ക് കയറാം, 1 മിനിറ്റ്. അപ്പൊ തന്നെ ഡൽഹിയിലുള്ള മോൻ പറഞ്ഞു, എന്നാ ഇന്ന് വൈകിട്ട് ഞാൻ എനിക്ക് വൈകുന്നേരത്തെ ഫ്ലൈറ്റിന് തിരിച്ചു പോണേ, ബുക്ക് ചെയ്യുക. വൈകുന്നേരം 5 മണിക്ക് ആദ്യം ഞാൻ, നീ നാളെ കണ്ടാ മതി മകളോട്. ഇതാണ് അവസ്ഥ. അത് കഴിഞ്ഞിട്ടോ ഡോക്ടറോട് ചോദിച്ചു, എന്തായി? ഒന്നും പറയാറായിട്ടില്ല. ആര് പറയാ? ഡോക്ടറെ. ഒരാസ്പത്രിയിൽ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ ഡോക്ടർ വിടുവോ? ഒന്നും പറയാറായിട്ടില്ല. ഒരു 10 ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് 1 ലക്ഷമെങ്കിലും ബില്ലായിട്ട് ആലോചിക്കാന്നുള്ള നിലയില്ല. ഒരു 48 മണിക്കൂർ കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ എന്നൊക്കെയാ പറയാ ഡോക്ടർമാര്. ഒന്നും ഉണ്ടാവില്ല ചിലപ്പോ. പക്ഷേ ഇതങ്ങോട്ട് വിശ്വസിച്ച് എല്ലാവരും ICUയുടെ മുമ്പിൽ അങ്ങനെ തടിച്ചു കൂടുന്നു. മെല്ലെ ഓരോരാളായിട്ട് മുങ്ങാൻ തുടങ്ങി. ആരോടും പറയാൻ നിൽക്കത്തില്ല. ആള് കുറച്ച് കഴിയുമ്പോഴേക്കും മോനെ കാണാനില്ല, അടുത്ത മകളെ കാണാനില്ല, ബന്ധുക്കൾ ആരും ഇല്ല. അവസാനം 4 ദിവസം കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് ബോധമൊക്കെ വന്ന് നോക്കുമ്പോഴേക്കും കുറെ വെളുത്ത നഴ്സുമാരല്ലാതെ ഒരൊറ്റ ഒരാളും അടുത്തില്ല. ഇതല്ലേ അവസ്ഥ? ആരും കൂടെയില്ല. ഒരു ഗൃഹസ്ഥൻ യഥാഗൃഹീന്നാണ്. ഒരു ഗൃഹസ്ഥന്റെ കഥയാകുമ്പോഴേക്കും ഇതാണ്. ഇങ്ങനെയാണ്. നമ്മളൊക്കെ വിചാരിക്കും ഇവരെല്ലാവരും നമ്മുടെ വേണ്ടപ്പെട്ടവരാണ്, കൂടെ ഉണ്ടാകും, കൂട്ടിന് എപ്പോഴും ഉണ്ടാകും എന്നൊക്കെ വിചാരിക്കും. മെല്ലെ മുതലയുടെ ശക്തി കൂടിക്കൂടി വന്നു. ഗജേന്ദ്രന്റെ ശക്തി ക്ഷയിച്ച് വരാൻ തുടങ്ങിയപ്പോ ചിന്തിച്ചു, ഈ പർവ്വതത്തെ മുഴുവൻ വിറപ്പിച്ച ഈ ഗജേന്ദ്രനെ പിടിച്ചു നിയന്ത്രിക്കാൻ മാത്രം ഒരു മുതലയ്ക്ക് സാധിക്കുമോ? അപ്പൊ പിന്നെ എന്നെ പിടികൂടിയിരിക്കുന്നത് വെറും ഒരു മുതലയല്ല. അപ്പോഴാണ് ചിന്തിക്കുന്നത്, എന്നെ പിടികൂടിയിരിക്കുന്നത് ഒരു മുതലയല്ല, അത് എൻ്റെ പ്രാരബ്ധമാണ്. അപ്പോഴാ ചിന്തിക്കുക. മനസ്സിലായി? തതോ ഗജേന്ദ്രസ്യ മനോബലൗജസാം കാലേന ദീർഘേണ മഹാനഭൂദ്വ്യയഃ. തളർന്ന് അവശനായി, ആരും കൂടെയില്ല. ഭാഗവതം മനോഹരായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമാമി മേ ജ്ഞാതയ ആതുരം ഗജാഃ കുതഃ കരിണ്യ പ്രഭവന്തി മോചിതും ഗ്രാഹേണ പാശേന വിധാതുരാവൃതോപി അഹം ച തം യാമി പരം
പരായണം. ആരുമില്ല. നമാമിമേ ജ്ഞാതയ. ഈ ബന്ധുക്കള്, സുഹൃത്തുക്കള് എന്നൊക്കെ ഞാൻ ധരിച്ചു പലരെയും. പക്ഷെ അവർക്ക് ആർക്കും തന്നെ രക്ഷിക്കാൻ സാധ്യമല്ല. ബന്ധുവും രക്ഷിതാവുമായിട്ടുള്ള ഇത്രയും കാലം ആ ത്രികൂട പർവ്വതത്തെ അടക്കി വാണ അവരുടെയൊക്കെ രക്ഷിതാവായിട്ടുള്ള കൊമ്പനാനയെ വിട്ടുപോയില്ലേ എല്ലാവരും പോയി. ആരുമില്ല കൂടെ. അങ്ങനെ ഒരു അവസ്ഥ, ഒരു ഗൃഹസ്ഥന്റെ അവസ്ഥ. ബന്ധുക്കളൊക്കെ കൂടെ ഉണ്ടാകുമെന്ന് നമ്മൾ ധരിക്കും. ബന്ധുക്കളുടെ സ്നേഹവും മമതയും ഒക്കെ ഒരു പരിധി വരെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് നമ്മൾ അറിയുന്നത് ചിലപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് വന്നാൽ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചിന്തിക്കുമോ, നമുക്ക് നേരിട്ടൊരനുഭവം വരാത്തിടത്തോളം കാലം ഞാനിവിടെ ഇനി എത്ര പ്രഭാഷണം നടത്തിയാലും നിങ്ങൾ വിശ്വസിക്കുമോ? ഇല്ല. ബന്ധുക്കൾ ആരും കൂടെ ഉണ്ടാവില്ല, സുഹൃത്തുക്കൾ ആരും കൂടെ ഉണ്ടാവില്ല. ഒരു പരിധി വരെ മാത്രമേ അവരൊക്കെ നമ്മെ സ്നേഹിക്കുകയുള്ളൂ. യഥാർത്ഥത്തിൽ ജീവനെയാണ് സ്നേഹിക്കേണ്ടത്, അല്ലാതെ ഉപഭോഗങ്ങളെ അല്ല, ഉപഭോഗ വസ്തുക്കളെ അല്ല. നമുക്കിത് 24 ഗുരുക്കന്മാരിൽ ആ കുരരപ്പക്ഷിയുടെ, ആ പക്ഷി മാംസക്കഷ്ണമായിട്ട് പാറുന്ന പക്ഷിയുടെ കഥ ഓർമ്മയുണ്ടല്ലോ അല്ലേ? മാംസക്കഷ്ണവും കൊത്തിക്കൊണ്ടു പോകുന്ന പക്ഷിയുടെ പിറകെ 100 കണക്കിന് പക്ഷികൾ ആക്രമിക്കുക. പക്ഷി എന്ത് ചെയ്തു? തൻ്റെ കൊക്കിലുള്ള ആ മാംസക്കഷ്ണം എടുത്ത് താഴേക്ക് ഇട്ടു. അപ്പോഴോ ഈ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന 100 കണക്കിന് പക്ഷികളൊക്കെ ഏതിൻ്റെ പിറകെ? ആ മാംസക്കഷ്ണത്തിൻ്റെ പിറകെ. അപ്പോൾ കയ്യിലുള്ള 5 സെൻറ്റോ 10 സെൻറ്റോ അങ്ങോട്ട് എഴുതി കൊടുത്തോളൂ, അടുത്ത ദിവസം മുത്തശ്ശി അനാഥാലയത്തിൽ. എന്ത് കണ്ടിട്ടാണ് ഇവരൊക്കെ കൂടെ ഉണ്ടാവുന്നത്? അവസ്ഥ ഇതാ. യാവത് വിത്തോപാർജനസക്ത താവം നിജപരിവാരോ രക്തഃ പശ്ചാജ്ജീവതി ജർജരദേഹേ വാർത്താം കോപി ന പൃച്ഛതി ഗേഹേ. യാവത്, എത്ര കാലം ധനസമ്പാദനം, ആ വിത്തോപാർജനം സാധ്യമാകുന്നത് വരെ മാത്രം ബന്ധുക്കൾക്ക് വലിയ സ്നേഹമായിരിക്കും. അത് കഴിഞ്ഞ് വൃദ്ധ അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ കിളവനെയും ആർക്കും വേണ്ട. മാസം വേണമെങ്കിൽ പൈസ കൊടുക്കാം, ആരെങ്കിലും ഒന്ന് നോക്കോ, അന്വേഷിക്കുക. പലരും നടതള്ളുക. പണ്ടൊക്കെ ഈ കന്നുകാലികളൊക്കെ നടതള്ളുന്നത് പോലെ പ്രായമായിട്ടുള്ളവരൊക്കെ നടതള്ളിക്കൊണ്ടിരിക്കുക. 1200ഓളം വൃദ്ധാശ്രമങ്ങൾ പുതിയതായിട്ട് കേരളത്തിൽ തുടങ്ങിയെന്ന. മുത്തശ്ശിമാരൊക്കെ ശ്രദ്ധിച്ചോളൂ. മുത്തശ്ശന്മാർ എപ്പോഴാ പുറത്താവെന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ആരെങ്കിലും ചവിട്ടി പുറത്താക്കുന്നതിന് മുൻപ് ആരുണ്ടാവില്ല കാര്യം അന്വേഷിക്കാൻ. നമ്മുടെ കാര്യം അന്വേഷിക്കുകയോ നമ്മുടെ അഭിപ്രായം ആരായുകയോ ഒന്നും ചെയ്തില്ല. ഏത് കാലം വരെ? നമ്മുടെ ധനസമ്പാദനം നിന്നാൽ നമ്മളെ കൊണ്ട് ഒരു കാര്യവും ചെയ്യാൻ സാധ്യമല്ല എന്നുള്ളൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ ആരെയും നമ്മൾ പ്രതീക്ഷിക്കണ്ട എന്നല്ലേ. അതുകൊണ്ട് ഒരളവിൽ കൂടുതൽ നമ്മൾ നമ്മുടെ ബന്ധുക്കളെ, സുഹൃത്തുക്കളെ ആശ്രയിക്കരുത്. അതിനേക്കാൾ കൂടുതൽ ഭഗവാനെ ആശ്രയിക്കുക. അതാണ് ഇതിൻ്റെ തത്വം. നമ്മൾ സ്നേഹിച്ചോളൂ. മകനെയും മകളെയും മരുമകളെയും എല്ലാവരെയും സ്നേഹിക്കണം. പക്ഷേ അതിനേക്കാൾ അല്പം കൂടുതലായിട്ട് ഭഗവാനെ സ്നേഹിക്കുക. അപ്പൊ ഇവരാര് നാളെ കൈവിട്ടാലും ആര് കൂടെ ഉണ്ടാവും? ഭഗവാൻ കൂടെ ഉണ്ടാവും. നമ്മൾ തകർന്നു പോവില്ല. അല്ലെങ്കിൽ നമ്മൾ തകർന്നു പോകും. താങ്ങാൻ പറ്റിയെന്ന് വരില്ല. ഇപ്പോഴേ മാനസികമായിട്ട് തയ്യാറെടുക്കുക. അതാണ് നമുക്ക് ഈ ഒരു കഥ നമുക്ക് പറഞ്ഞു തരാം. ജീവനെ എല്ലാ പരിമിതിയും വിട്ട് സ്നേഹിക്കുന്നത് ഈശ്വരൻ മാത്രം. എന്താ, മറ്റാരും ഉണ്ടാവില്ല. പക്ഷേ ആ ഈശ്വരനെ നമ്മൾ അറിയാനൊട്ട് ശ്രമിക്കുന്നുമില്ല. നമുക്ക് ഈശ്വരനെ സ്നേഹിക്കാൻ സമയമില്ല. ഏറ്റവും കൂടുതൽ നമ്മളെ സ്നേഹിക്കുന്നത് ആരാ? ഈശ്വരനാണ്. പക്ഷെ നമുക്ക് ആ ഈശ്വരനെ സ്മരിക്കുവാനും അറിയുവാനും മനസ്സില്ല. ബന്ധുസ്നേഹത്തിലുപരിയായിട്ട് ഈശ്വരന്റെ സ്നേഹത്തെക്കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ശ്രദ്ധിക്കണം,
ബന്ധുസ്നേഹത്തെക്കാൾ കൂടുതലായിട്ട്, മിത്രസ്നേഹത്തെക്കാൾ കൂടുതലായിട്ട് ഈശ്വരന്റെ സ്നേഹത്തെക്കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ അപാരമായ ആ സ്നേഹവിശ്വാസങ്ങൾ ഈശ്വരനോട് നമുക്ക് ഉണ്ടാകും. അങ്ങനെ അപാരമായ അപരിമിതമായ സ്നേഹവിശ്വാസങ്ങൾ ഈശ്വരനോട് ഉണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഭക്തി. ആ ഭക്തിയാണ് ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത്. ഭക്തി തരണമേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. മുക്തി ദദാതി നതു ഭക്തി യോഗം. മുക്തി തന്നു എന്ന് വരാം, പക്ഷേ ഭക്തി കിട്ടൽ എളുപ്പമല്ല. അപ്പോൾ ആ ഒരു വിശ്വാസം നമുക്കുണ്ടാകണം. രക്ഷപ്പെടാൻ കഴിയാത്ത വിപത്തിൽപ്പെട്ട് നട്ടം തിരിയുമ്പോഴാണ് നമ്മൾ ആരെ ഓർക്കുന്നത്? ഭഗവാനെ ഓർക്കുന്നത്. അതുവരെയും ഓർക്കുന്നില്ല. കാരണം തിരക്കിലാണ്, പല പല തിരക്കിലാണ്. അതിനിടയിൽ ഈശ്വരനെ ഓർമ്മിക്കാൻ സമയമില്ല. പക്ഷേ വേറെ നിർവാഹമില്ലാതെ തളർന്നവശനാകുമ്പോൾ ഓർമ്മിക്കുന്നു ഭഗവാനെ. ആ ഒരു അവസ്ഥ. പ്രാരബ്ധം അവസാനിച്ച് മുക്തി ലഭിക്കാൻ ഭഗവത് പാദാരവിന്ദ ഭജനമല്ലാതെ മറ്റൊരു വഴിയില്ല. ഏകാവലംബം. ഗോപികമാർ അവസാനം പ്രാർത്ഥിക്കുന്നില്ലേ? ആഹുശ്ചതേ നളിനനാഭപദാരവിന്ദം യോഗേശ്വരേർഹൃദി വിചിന്യം അഗാധബോധീ സംസാരകൂപ പതിതോത്തരണാവലംബം ഗേഹം ജുഷാമപി സദാ. ഗേഹം ജുഷാമ, ഈ സാധാരണ ഞങ്ങൾക്കും എന്നും ആ ഏകാവലംബം, ഈ സംസാരമാകുന്ന പൊട്ടക്കിണറ്റിൽ വീണ് നട്ടം തിരിയാതിരിക്കാൻ, അതിൽ നിന്നും കരകയറാൻ ഒരേ ഒരു അവലംബം ഭഗവത് പാദാരവിന്ദം മാത്രമാണ്. ആ ഒരു ചിന്തയിലേക്ക് എത്തിച്ചേർന്നു ആര്? ഗജേന്ദ്രൻ. ഗജേന്ദ്രൻ പറഞ്ഞു, തം ഗ്രാഹേണ പാശേന വിധാതുരാവൃതോപി അഹം ച തം യാമി പരംപരായണം. ആ പരമമായ ആശ്രയം എന്ന് പറയുന്നത് ഭഗവാൻ മാത്രമാണ്. ആ ഭഗവത് പാദാരവിന്ദത്തെ ഞാനിതാ ശരണം പ്രാപിക്കുന്നു. ഏതൊരു ഭഗവാനാണോ യക്കശ്ചനേശോ ബലിനൊന്തകോരഗാത് പ്രചണ്ഡ വേഗാത് അഭിധാവതോ ഭൃശം ഭീതം പ്രപന്നം പരിപാതി. ഭയഭീതനായിരിക്കുന്നവനെ, ശരണാഗതനായിരിക്കുന്നവനെ ആരാണോ രക്ഷിക്കുന്നത്? ആർക്കാണോ രക്ഷിക്കാൻ കഴിയുന്നത്? ഏതൊരു ഭഗവാനെ ഭയന്നിട്ടാണോ മൃത്യുഹു പ്രധാവതി, മരണം പോലും ഓടി ഒളിക്കുന്നത്, ആ ഭഗവാനെ ഞാനിതാ ശരണം പ്രാപിക്കുന്നു. ശരണാഗതി. പരിപൂർണമായിട്ടും ആ ഭഗവത് പാദാരവിന്ദത്തെ അങ്ങോട്ട് ആശ്രയിച്ചപ്പോൾ, മനസ്സിൽ ഈശ്വരൻ മാത്രം നിറഞ്ഞു നിന്നപ്പോൾ എല്ലാം മറന്നു, തൻ്റെ വേദനയൊക്കെ മറന്നു. പിന്നെ മനസ്സിലേക്ക് തെളിഞ്ഞത് താൻ കഴിഞ്ഞ ജന്മത്തിൽ പഠിച്ച ശ്ലോകങ്ങൾ. കഴിഞ്ഞ ജന്മത്തിലാണ്. ഏവം വ്യവസിതോ ബുദ്ധ്യാ സമാധായ മനോഹൃദി ജജാപ പരമം ജാപ്യം പ്രാഗ്ജന്മനി അനുശിക്ഷിതം. പ്രാഗ്ജന്മനി അനുശിക്ഷിതം, വ്യക്തം. കഴിഞ്ഞ ജന്മത്തിൽ പഠിച്ച ശ്ലോകങ്ങൾ മുഴുവൻ ഓർമ്മ വരിക. ഇപ്പൊ ശ്ലോകങ്ങള്, ഇപ്പൊ നേരത്തെ സ്വാമിജി ഒരു ഉദാഹരണം പറഞ്ഞില്ലേ, ഒരു കുട്ടി എത്രയോ ശ്ലോകങ്ങൾ പഠിച്ചു കഴിഞ്ഞു എന്ന്. അപ്പൊ പലർക്കും തോന്നി ഇനിയിപ്പോൾ ഈ വയസ്സാം കാലത്ത് നമുക്ക് ഇപ്പൊ എങ്ങനെ ഇപ്പൊ ശ്ലോകങ്ങളൊക്കെ പഠിക്കാൻ പറ്റുക എന്നൊക്കെ തോന്നുന്നുണ്ട് പലർക്കും. ചിലര് സപ്താഹത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ ഈ സംസ്കൃത ശ്ലോകങ്ങൾ ഇങ്ങനെ ചൊല്ലി വ്യാഖ്യാനിക്കുന്ന സമയത്ത് സംസ്കൃതം പഠിക്കണമെന്ന് താല്പര്യത്തോടു കൂട്ടിയിട്ട് വരും. ധാരാളം പേര് സംസ്കൃതം പഠിക്കാൻ ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ. കഴിഞ്ഞ തൃശ്ശൂര് രമാദേവി മന്ദിരത്തിലെ സപ്താഹം കഴിഞ്ഞിട്ട് പലരും സംസ്കൃതം പഠിക്കാൻ തുടങ്ങിയെന്ന്. അവര് പലരും ഇനിയിപ്പോൾ ഈ പ്രായമായിട്ട് എവിടെ തീരാനാ? ഞാൻ പറഞ്ഞു, തീരാൻ്റെ കാര്യമില്ല, തുടങ്ങി വെച്ചാൽ മതി. എന്തേ, അടുത്ത ജന്മത്തിൽ നമുക്ക് ബാക്കി പഠിച്ചുകൂടെ? അകാരാന്ത പുല്ലിംഗം ഇകാരാന്ത പുല്ലിംഗം വരെ പഠിച്ചോളൂ, അടുത്ത് മതി. ഉകാരാന്തം മുതൽ നമുക്ക് അടുത്ത ജന്മത്തിലാവാം. പറ്റിയെങ്കിൽ ഞാൻ തന്നെ വന്ന് പഠിപ്പിക്കും, ക്ലാസ് എടുക്കാന്നാ പറഞ്ഞു. ഇതൊരു തുടർ പ്രക്രിയയാണ്. തീരുന്നുണ്ടോ ഇത്? ഇല്ല, തുടർന്നുകൊണ്ടേ ഇരിക്കുക.
അപ്പൊ എത്ര പഠിക്കാൻ സാധിച്ചു അത്രയും പഠിച്ചത് ബാക്കി നമുക്ക് പിന്നെ ആവാം. അപ്പൊ സംസ്കൃതം പഠിക്കണം 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 എന്ന് വിചാരിച്ചിട്ട് അങ്ങ് മരിച്ചാൽ മതി. പിന്നെ ഉറപ്പായിട്ടും സംസ്കൃതം പഠിക്കാനായിട്ട് അടുത്ത ജന്മം ഉറപ്പാ. പ്രാഗ്ജന്മനി അനുശിക്ഷിതം. അപ്പോൾ നമ്മൾ ഈ ജന്മത്തിൽ പഠിച്ച കാര്യങ്ങളൊന്നും എനിക്ക് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞില്ലല്ലോ ഭഗവാനെ എന്ന് ഖേദമുണ്ടോ? അതും വേണ്ട. എന്തേ? അത് അടുത്ത ജന്മത്തിലെ ചിലപ്പോ പ്രയോജനപ്പെട്ടു എന്ന് വരും. ഇവിടെ ആ ഗജേന്ദ്രന് കഴിഞ്ഞ ജന്മത്തിൽ പഠിച്ച ശ്ലോകം എപ്പോഴാ പ്രയോജനപ്പെട്ടത്? ഇതാ അടുത്ത ജന്മത്തിലാണ് പ്രയോജനപ്പെട്ടത്. ആ ശ്ലോകങ്ങളാണ് ചൊല്ലുന്നത്. ഓം നമോ ഭഗവതേ തസ്മയ്യേതയേതച്ചിദാത്മകം പുരുഷായ ആദിബീജായ പരേശായ അഭിധീമഹി യസ്മിന്നിദം യതശ്ച ഇദം യേന ഇദം യഹ ഇദം സ്വയം യഹ അസ്മാത് പരസ്മാത് ച പരഹ തം പ്രപദ്യേ. ആ സ്വയംഭൂവായിരിക്കുന്ന ഭഗവാനെ, ഏതൊരു ഭഗവത് ചൈതന്യത്തിലാണോ ഇതെല്ലാം നിറഞ്ഞു നിൽക്കുന്നത്, സകല ചരാചരങ്ങളിലും ഏതൊരു ചൈതന്യമാണോ നിറഞ്ഞു നിൽക്കുന്നത്, ഏതൊരു ഭഗവാനാണോ ഈ പ്രപഞ്ചമായിട്ട് ശോഭിക്കുന്നത്, പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്നല്ല പറയേണ്ടത്, ഏതൊരു ഭഗവാനാണോ ഈ പ്രപഞ്ചം തന്നെ, യഹാ ഇതും സാക്ഷാൽ, ആ ഭഗവാന് ഞാനിതാ ശരണം പ്രാപിക്കുന്നു. ഉത്പത്തി വിനാശരഹിതനും അളക്കപ്പെടാൻ പറ്റാത്തവനും പരിപൂർണനുമായിട്ടുള്ള ഭഗവാൻ നാരായണ. അവിടുത്തെ ദിവ്യമഹിമ ആർക്കാണ് പറയാൻ സാധിക്കുക? ആർക്ക് സാധിക്കും? ആത്മമൂലോവതു മാം പരാത്പര. ആത്മമൂലനായിട്ടുള്ള ആ ഭഗവാൻ എന്നെ രക്ഷിക്കണം. ലോകത്തിൻ്റെ മായാമോഹങ്ങളിൽപ്പെട്ട് ലോകര് ഈശ്വര നിന്നെ മറന്നുപോകുന്നു. ശരീര ഉപാധികളിൽപ്പെട്ട് താനെന്നും തൻ്റേതെന്നും ധരിച്ച് ആ പരമാർത്ഥ സ്വരൂപത്തെ അറിയാൻ ശ്രമിക്കാതെ ജനന മരണ ചക്രത്തിൽപ്പെട്ട് നട്ടം തിരിയുന്നു ഭഗവാനെ. അങ്ങയുടെ ആ കാരുണ്യത്തിന് പാത്രമാകാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ നട്ടം തിരിയലിന് ഒരു അറുതി വരും. അതുവരെയും തിരിഞ്ഞുകൊണ്ടേയിരിക്കേണ്ടി വരും. ഭ്രമണം തന്നെ, സംസാര ചക്രത്തിൽ ഇങ്ങനെ ഭ്രമിക്കുക. അവരവരുടെ കർമ്മഫലങ്ങൾക്ക് നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നു. പല പല കാര്യങ്ങൾ, ക്ലേശങ്ങൾ വരുമ്പോൾ ചൂണ്ടുന്നത് മറ്റുള്ളവർ, പലരെയുമാണ് ചൂണ്ടുന്നത്. അങ്ങനെ ഒരു വിരല് മറ്റുള്ളവരേക്ക് ചൂണ്ടുന്ന സമയത്ത് മറ്റ് വിരലുകളൊക്കെ ആരെയാ ചൂണ്ടുന്നത്? നമ്മെയാണ് ചൂണ്ടുന്നത്. നമ്മളത് അറിയുന്നില്ല. അതുകൊണ്ട് ഓരോ താമരപ്പൂവായിട്ട് ഇങ്ങനെ അർച്ചിക്കുക. താമരപ്പൊയ്കയിലെ ഓരോ താമരപ്പൂ അങ്ങനെ എടുത്ത് ഭഗവത് പാദാരവിന്ദം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അർച്ചിക്കുമ്പോൾ വൈകുണ്ഠത്തിൽ ഭഗവാൻ ആ തൻ്റെ കാലിലേക്ക് അങ്ങനെ ഓരോ താമരപ്പൂ ഇങ്ങനെ വന്ന് വീഴുന്നത് അങ്ങനെ ആസ്വദിച്ചു കൊണ്ടിരിക്കുക, ആനന്ദം അനുഭവിച്ചു കൊണ്ടിരിക്കുക, ഭക്തന്റെ സ്തുതി കേട്ടുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രപ്രിയനാണ് ഭഗവാൻ. ആ സ്തുതി അങ്ങനെ, ഗജേന്ദ്രന്റെ സ്തുതി അങ്ങനെ കേട്ട് ആനന്ദിച്ചു കൊണ്ടിരിക്കുക. പക്ഷെ പെട്ടെന്ന് താമരപ്പൂ വീഴുന്നത് നിലച്ചു. വീണുകൊണ്ടിരുന്ന താമരപ്പൂ കാണുന്നില്ലല്ലോ. പെട്ടെന്നാണ് ചാടി എഴുന്നേറ്റ് നോക്കുമ്പോഴേക്കും ദാ ആ തുമ്പിക്കൈ കൂടി അങ്ങോട്ട് വെള്ളത്തിലേക്ക് മുങ്ങിപ്പോകാൻ തുടങ്ങി. ശ്രുത്വാ സ്തോത്രം നിർഗുണസ്ഥം സമസ്തം ബ്രഹ്മേശാദ്യേർനാഹമിത്യപ്രയാതേ സർവാത്മാ ത്വം ഭൂരികാരുണ്യവേഗാത് താർക്ഷ്യാരൂഢം പ്രേക്ഷിതോ ഭൂപുരസ്താത്. ശ്രുത്വാ സ്തോത്രം, ആ സ്തോത്രം കേട്ടു. ആരെ? എല്ലാവരും കേട്ടു. ബ്രഹ്മാദി ദേവന്മാരെല്ലാവരും ആ സ്തോത്രം കേട്ടതാ. പക്ഷേ ഈ സ്തോത്രത്തിൽ മുഴുവൻ ആരെയാണ് സ്തുതിച്ചത്? നിർഗുണ പരബ്രഹ്മത്തെയാണ്. അപ്പോ ബാക്കിയുള്ളവരെ എന്നെയല്ല, ഇതെന്നെയല്ല, നാഹം ന അഹം, ഇത് ഞാനല്ല, അതുകൊണ്ട് ഇതിൽ ഞാൻ ഇടപെടുന്നില്ല എന്ന് ബ്രഹ്മാദി ദേവന്മാർ ഓരോരാളായിട്ട് ശ്രദ്ധിച്ചതിൽ ആരും അങ്ങോട്ട് പോകാൻ കൂട്ടാക്കിയില്ല എന്ന്. ഇത്രയും ശ്രേഷ്ഠമായിട്ടുള്ള ആ സ്തുതി കേട്ട് അവരൊന്നും അനങ്ങിയില്ല.
അപ്പോഴാണ് ആശ്രിതവത്സലനായിട്ടുള്ള ഭഗവാൻ സർവാത്മാ ത്വം ഭൂരികാരുണ്യവേഗാത് ഗരുഡാരൂഢനായിട്ട് താർക്ഷ്യാരൂഢം പ്രേക്ഷിതോ ഭൂ പുരസ്താത് ആ താമരപ്പൊയ്കയുടെ മുകളിലായിട്ട് എത്തിച്ചേർന്നു. കണ്ടു ഗജേന്ദ്രൻ. ഓരോ സ്തുതിയും ശ്ലോകങ്ങളും ഭഗവാന്റെ പാദാരവിന്ദത്തിൽ അർപ്പിക്കുമ്പോഴും ഒരിക്കലും ഇനി തിരിച്ച് ഈ കർമ്മഗ്രാഹത്തിന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടിട്ട് തിരിച്ച് ത്രികൂട പർവ്വതത്തില് ഒരാനയായിട്ട് ചെല്ലണമെന്ന് മനസ്സിൽ പോലും ആഗ്രഹിച്ചിരുന്നില്ല. ഇനി വേണ്ട, ഈ സംസാര ചക്രത്തിൽപ്പെട്ട് നട്ടം തിരിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഭഗവാനെ ആശ്രയിച്ചതാണ്. അത് നന്നായിട്ട് അറിയാം ഭഗവാന്. അതുകൊണ്ട് തന്നെ യോഗരന്ധിത കർമാണോ ഹൃദി യോഗവിഭാവിതേ യോഗിനോ യം പ്രപശ്യന്തി യോഗേശം തം നതോസ്മ്യഹം. യോഗീന്ദ്രന്മാര്, യോഗീശ്വരന്മാര് മുക്തിക്കായിട്ട് ഭഗവാനെ ആശ്രയിക്കുന്നു. ആ യോഗേശ്വരനെ തന്നെയാണ് ഞാൻ നമസ്കരിക്കുന്നത്. മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. നായം വേദ സ്വമാത്മാനം യത് ശക്തിയ അഹം ധിയ ഹതം തം ദുരത്തേമാഹാത്മ്യം ഭഗവന്തമിതോസ്മ്യഹം. ആ ഭഗവാനെ ഞാനിതാ ശരണം പ്രാപിക്കുന്നു. ഇനി ഒരു നിമിഷം പോലും എനിക്ക് ഈ സംസാര ചക്രത്തിൽ നട്ടം തിരിയാൻ ആഗ്രഹമില്ല പറഞ്ഞു. തൊഴുതു. കണ്ണീരോടുകൂടിയിട്ട് സ്തുതിക്കുമ്പോഴാണ് അത്ഭുതം, അത്യത്ഭുതം. ദാ മുന്നില് സാക്ഷാൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ഏവം ഗജേന്ദ്രമുപവർണിത നിർവിശേഷം ബ്രഹ്മാദയോ വിവിധ ലിംഗഭിദാഭിമാനാഃ നൈതേ യദോപസസപുർനിഖിലാത്മകത്വാത് തത്രാഖിലാമരമയോ ഹരിരാവിരാസീത്. ബാക്കി എല്ലാവരും ശ്രദ്ധിക്കുകയും ചെയ്തില്ല. പക്ഷേ ഭഗവാൻ അവിടെ എത്തിച്ചേർന്നു. ഭഗവാൻ മുന്നിൽ ആ ജഗന്നിവാസനെ മുന്നിൽ കണ്ട സമയത്ത് താമസിച്ചില്ല. നോക്കിയപ്പോഴേക്ക് ഒരു താമരപ്പൂ ബാക്കിയുണ്ട്. തുമ്പിക്കൈയോടുകൂടിയിട്ട് ആ വെള്ളത്തിലേക്ക് ഇങ്ങോട്ട് മുങ്ങിപ്പോകുന്നതിന് ഒരു നിമിഷം മുൻപ് ഭഗവാൻ എത്തിച്ചേർന്ന ആ ഒരു ആനന്ദ സന്തോഷ അതിരേകത്താൽ ഭക്തി പരവശനായിട്ട് താമരപ്പൂ ഇങ്ങോട്ട് പറിച്ചെടുത്തു. താമരപ്പൂ പറിച്ചെടുത്ത് നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ, നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ അഖില ഗുരോ ഭഗവാനെ, ദാ ഞാനിതാ നിന്നെ നമസ്കരിക്കുന്നു. അർച്ചിച്ചു. അപ്പൊ തന്നെ പിന്നെ ഒട്ടും താമസിച്ചില്ല ഭഗവാൻ. തം വീക്ഷ പീഡിതമച സഹസ അവതീര്യ സഗ്രാഹമാശു സരസസ്സ കൃപയാ ഉജ്ജഹാര. അങ്ങടെ പൊക്കി അങ്ങോട്ട് എടുത്തു. അതിനുശേഷമാണ് ഗ്രാഹാദ് വിപാടിത മുഖാദ് അരുണ ഗജേന്ദ്രം സമ്പശ്യതാം. ആദ്യം തന്നെ ഭക്തനല്ല, ഭക്തന്റെ കാല് പിടിച്ച മുതലയ്ക്ക് മുക്തി. തന്റെ ചക്രം കൊണ്ട് മുതലയുടെ ശിരസങ്ങടറുത്ത് മുക്തനാക്കി. ദേവല മഹർഷിയുടെ ശാപം കൊണ്ട് മുതലയായി തീർന്ന ഹൂഹു എന്ന ഗന്ധർവൻ മുക്തനായി. അതിനുശേഷം ഗജേന്ദ്രന് ശാപമുക്തി. മുക്തി മാത്രമല്ല, ഭഗവത് സാരൂപ്യം എന്ന ഒരു മഹാസൗഭാഗ്യം ലഭിച്ചു. ആ ഭഗവത് സ്പർശത്താൽ ഭഗവാന് സമാനമായ രൂപത്തെ പ്രാപിച്ച് ഗജേന്ദ്രൻ ഭഗവാന്റെ കൂടെ യാത്രയായി. ഗജേന്ദ്രന്റെ കഥ നാം ഓരോരുത്തരും ഈ പ്രാരബ്ധമാകുന്ന തടാകത്തില്, തടാകം ഏതാ? പ്രാരബ്ധം. ആ പ്രാരബ്ധമാകുന്ന തടാകത്തില് അജ്ഞാനമാകുന്ന മുതലയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയുമായിട്ട് എത്രയോ ജന്മങ്ങൾ, പട്ടിയും പൂച്ചയും പെരിച്ചാഴിയും ഒക്കെ ആയിട്ട് എത്രയോ 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 ജന്മങ്ങൾ, ഈ പല 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 ജന്മങ്ങൾ കഴിഞ്ഞ് നാം ആരാണ്, നമ്മുടെ വീര്യം എന്താണ് അറിഞ്ഞുകൂടാ. ആനയ്ക്ക് ആനയുടെ ശക്തി അറിയില്ല.
നമ്മുടെ കഥയാണ് പറയുന്നത്. നമുക്ക് നമ്മുടെ ശക്തി അറിയില്ല, നമ്മുടെ വീര്യം അറിഞ്ഞുകൂടാ, നമ്മുടെ മഹത്വം അറിഞ്ഞുകൂടാ. എന്തിനാണ് ഭഗവാൻ ഈ മനുഷ്യജന്മം തന്നത്? ഉണ്ടും ഉറങ്ങിയും ഇണചേർന്നും കുട്ടികളെ ഉണ്ടാക്കിയും ജീവിക്കാനാണെങ്കിൽ, ജീവിച്ച് ചത്തുപോകാനാണെങ്കിൽ വല്ല നാൽക്കാലിയുമായിട്ട് ജനിച്ചാൽ മതിയായിരുന്നില്ലേ? പോരെ? നാൽക്കാലികളും ഇത് തന്നെയല്ലേ ചെയ്യുന്നത്, അല്ലേ? ആഹാരനിദ്രാഭയമൈഥുനം ച സാമാന്യമേതത് പശുഭിർനരാണാം. ആഹാര നിദ്ര ഭയമൈഥുനം ച സാമാന്യം. ആർക്ക്? പശുഭിർനരാണാം. പശുക്കൾക്ക്, മനുഷ്യർക്ക് ഇത് നാലും തുല്യമാണ്. അപ്പൊ അത് മാത്രം ചെയ്യാനാണെങ്കിലും എന്തിനാ ഇങ്ങോട്ട് വന്നത്? അത്യന്ത ദുർലഭമായിട്ടുള്ള, ദുർലഭം മാനുഷം ജന്മ, ആ ദുർലഭമായിട്ടുള്ള മനുഷ്യ ജന്മവുമായിട്ട് എന്തിനു വന്നു? പ്രത്യേക ധർമ്മമുണ്ട്. ധർമ്മോ ഹി തേഷാം അധികോ വിശേഷ ധർമ്മേണ ഹീനാഹ പശുഭിഃ സമാനാഹ. നമുക്ക് നമ്മുടേതായിട്ടുള്ള ധർമ്മം നിർവഹിക്കാനുണ്ട്. ആ ധർമ്മം നിർവഹിക്കാതെ വെറും ഏതെങ്കിലും റോഡില് വഴിയോരത്ത് പട്ടി ചത്തു വീഴുന്നത് പോലെ ചാവാനല്ല. ഋഷഭൻ മക്കളോടും പ്രജകളോടും പറഞ്ഞു, നായം ദേഹോ ദേഹഭാജാം നിർലോകേ കഷ്ടാൻ കാമാൻ അർഹത്തെ വിഡ്ഭുജാമ്യേ തപോദിവ്യം പുത്രകായേന സത്വം ശുദ്ധിയേത്. ആ സത്വശുദ്ധിയാണ്. ആ സത്വശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് ഈ മനുഷ്യദേഹം. തപസ്സിലൂടെ സത്വശുദ്ധിയാണ് വരേണ്ടത്. അതിലൂടെ നേടേണ്ടത് ഈ തുച്ഛമായിട്ടുള്ള സുഖങ്ങളല്ല. ബ്രഹ്മസൗഖ്യം തു അനന്തം. അനന്തമായ ബ്രഹ്മസൗഖ്യം നേടാനാണ് ഈ മനുഷ്യദേഹം. എന്തേ അറിയാത്തത്? നമ്മളൊക്കെ ഇങ്ങനെ ആനകളായി പോകരുത്. സ്വന്തം കഴിവറിയാത്തവര്, മഹത്വം അറിയാത്തവര്, നമ്മുടെ കഴിവും ഇല്ലെങ്കിൽ നമ്മുടെ സമ്പത്തും, ബൗദ്ധിക സമ്പത്ത്, ഭൗതിക സമ്പത്തല്ല, നമ്മുടെ ബൗദ്ധിക സമ്പത്ത് ഒക്കെ ആരാ ഉപയോഗിക്കുന്നത്? വിദേശങ്ങളാണ്. എത്രയോ 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 ശാസ്ത്രജ്ഞന്മാരും ഡോക്ടർമാരും എഞ്ചിനീയർമാരും എല്ലാവരും, പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ബുദ്ധിമാന്മാരൊക്കെ വിദേശത്താ. നമ്മുടെ ഈ നാടിനു വേണ്ടി അവനവന്റെ ബുദ്ധിയെ, പാണ്ഡിത്യത്തെ ഉപയോഗിക്കുവാനുള്ള മനസ്സ് നമ്മുടെ ജനതയ്ക്ക് ഇപ്പോഴും വന്നിട്ടില്ല. നമ്മുടെ കഴിവ് നമുക്കറിഞ്ഞുകൂടാ. നാം നമ്മുടെ വീര്യമെന്ത് എന്നറിയുന്നില്ല. ബന്ധുക്കള്, പുത്രന്മാര്, സമ്പത്ത് തുടങ്ങിയവ ആപത്ത് കാലത്ത് നമ്മെ സഹായിക്കും എന്ന് നമ്മൾ വെറുതെ വ്യാമോഹിക്കുക. വ്യാമോഹമാ. പുത്ര മിത്രാർത്ഥ കളത്രാദി സംഗമം എത്രയും അല്പകാലസ്ഥമോർക്ക നീ. പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ. വെറും വഴിയാത്രക്കാരെ പോലെയാ നമ്മളൊക്കെ. എവിടെയൊക്കെയോ കണ്ടുമുട്ടുന്നു, പിന്നെ ഏതൊക്കെയോ നിമിഷത്തില് പിരിഞ്ഞു പോകുന്നു. ഭഗവാൻ ഗോപികമാരോട് പറയുന്നില്ലേ, കാറ്റത്തിങ്ങനെ പൊടിപടലങ്ങളും ഈ പരുത്തിയും അതും ഇതും ഉണക്ക ഇലകളും ഒക്കെ കാറ്റത്തങ്ങോട്ട് പറന്നിട്ട് ഒരു സ്ഥലത്ത് പോയി വീഴും. ഏതുവരെ? അടുത്ത കാറ്റ് വരെ. അടുത്ത കാറ്റ് വന്നാൽ അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്. അത്രയുള്ളൂ നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആരും എപ്പോഴും കൂടെ ഉണ്ടാകും എന്നൊന്നും ആരും ധരിക്കരുത്. നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെ, പൊങ്ങുതടി വെള്ളത്തിലൂടെ ഇങ്ങനെ ഒഴുകിപ്പോകുന്നത് പോലെ ചഞ്ചലമാണിതൊക്കെ. മരണകാലം അടുക്കുമ്പോ ആശ്രയിക്കേണ്ടത് ഈശ്വരനെയാണ്. ഏത് നിമിഷവും കൂടെ ഭഗവാൻ ഒരു താങ്ങായിട്ടും തണലായിട്ടും ഉണ്ട് എന്ന ഒരു ഉറച്ച വിശ്വാസം, ഒരു ബോധം ഉണ്ടാകണം. അത് അവസാന നിമിഷത്തേക്ക് മാറ്റിവെക്കരുത്. ഞാൻ ICUവിൽ കിടക്കുമ്പോൾ ഭഗവാനെ ഓർത്തോളാം എന്ന് വിചാരിക്കരുത്. അത് സാധ്യമല്ല.
അത് ആ സമയത്ത് ഭഗവാനെ സ്മരിക്കാൻ കഴിയണമെങ്കിൽ ഭഗവത് സ്മരണ ഒരു ശീലമാക്കണം, വേണ്ടേ? അതിപ്പോൾ ഇപ്പോഴേ തുടങ്ങണം. ഇപ്പോഴേ തുടങ്ങിയാലേ അപ്പം നമുക്ക് ഭഗവത് സ്മരണ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഈശ്വരൻ്റെ ആ കടാക്ഷം എന്നും കൂടെ ഉണ്ടാകണമെങ്കിൽ ഈശ്വരനെ നമ്മളും സ്മരിക്കാൻ സാധിക്കണം. നമുക്ക് ഈശ്വരൻ വന്നപ്പോൾ ആന പോയി, മുതല പോയി, അല്ലേ? ആനയും മുതലയും ഒക്കെ ഇല്ലാതായി. അതായത് അജ്ഞാന അന്ധകാരം ഇല്ലാതായി, ജ്ഞാനത്തിൻ്റെ പ്രകാശം പരന്നു. ആ ജ്ഞാനത്തിൻ്റെ പ്രകാശം പരന്ന് മോക്ഷത്തിലേക്ക് ഉയരുവാൻ പ്രാപ്തനാക്കി. ഇതാകണം ജീവിത ലക്ഷ്യം. ഗജേന്ദ്രന് ഭഗവത് സാരൂപ്യം കിട്ടി. കാരണം മറ്റാരും തനിക്ക് ആശ്രയമില്ല, ആർക്കും തന്നെ രക്ഷിക്കാൻ സാധ്യമല്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യം വന്നു. നമുക്ക് എത്ര പേർക്ക് ഈ ബോധ്യമുണ്ട്? ഇപ്പോഴും നമ്മൾ ആരെ ആശ്രയിക്കുന്നത്? നമ്മുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും നമ്മുടെ ഭൗതിക സമ്പത്തിനെയും അല്ലാതെ. അതിൽ കൂടുതലായിട്ട് നമുക്ക് ഭഗവാനെ ആശ്രയിക്കാൻ പറ്റുന്നുണ്ടോ? വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? എത്ര ഭാഗവതം കേട്ടിട്ട് എന്താ കാര്യം? ഈ ഒരവസ്ഥയിൽ നിന്നും നമുക്ക് മാറാൻ സാധിക്കണം, മെല്ലെ മെല്ലെയെങ്കിലും. ആദ്യം മോക്ഷം കിട്ടിയത് ആർക്കാ? മുതലയ്ക്ക് മോക്ഷം കിട്ടി. ഭക്തന്റെ കാലിൽ പിടിച്ചവന് ആദ്യ മോക്ഷം. വിതുരര് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലയോ ഭഗവാനെ, വാസുദേവസ്യ യേ ഭക്താഃ ശാന്താസ്തദ്ഗതമാനസാഃ തേഷാം ദാസസ്യ ദാസോഹം ഭവേ ജന്മനി ജന്മനി. തേഷാം ദാസസ്യ ദാസോഹം ഭവേ ജന്മനി ജന്മനി. ഭക്തന്റെ ദാസന്റെ 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 ദാസനാകാൻ. അതാ ആ ഒരു പ്രാർത്ഥന നമുക്കുണ്ടാകണം. ഈ രീതിയിൽ അജ്ഞാനം നീങ്ങി സദാ നാരായണ സ്മരണയുണ്ടാകാൻ, ആ നാരായണ സ്മരണയില് എന്നും ആനന്ദം അനുഭവിക്കുവാൻ സാധിക്കണം. ധ്യേയോ നാരായണ സദാ. ധ്യേയോ നാരായണ, ആ നാരായണനെ എന്നും ധ്യാനിക്കുവാൻ. ഭക്തനായിട്ടുള്ള ഇന്ദ്രദ്യുമ്നന് പോലും കഷ്ടതകൾ അനുഭവിക്കേണ്ടി വന്നില്ലേ? നമ്മൾ പല സമയത്തും നമ്മൾ ഗുരുവായൂരപ്പനോട് കംപ്ലൈന്റ് പറയാറില്ലേ? ഞാൻ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു ഭഗവാനെ, എല്ലാ ദിവസവും അമ്പലത്തിൽ പോകുന്നുണ്ട്, എല്ലാ മാസവും മുടങ്ങാതെ നിന്നെ വന്ന് തൊഴുന്നുണ്ട്, എന്നിട്ട് എനിക്കെന്തേ ഇങ്ങനെ തന്നത്? കംപ്ലൈന്റ് പറയാറില്ലേ? എന്തൊക്കെ പരിഭവങ്ങളാണ് നമ്മൾ പറയാറുള്ളത്. യഥാർത്ഥത്തിൽ പരമഭക്തനായിട്ടുള്ള ഇന്ദ്രദ്യുമ്നന് പോലും പല പല കഷ്ടതകൾ സഹിക്കേണ്ടി വന്നു. അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് എന്താ നമ്മൾ ഉൾക്കൊള്ളേണ്ടത്? കഠിന പരീക്ഷണങ്ങളെ ജയിക്കാൻ കഴിയണം. ജീവിതത്തിൽ പല പല പരീക്ഷണങ്ങളുണ്ടാവും. അത് രോഗമായാലും ശരി, ചിലപ്പോൾ നമ്മൾ ഇരിക്കുന്ന കസേര പോയി എന്ന് വരാം, അധികാരത്തിൽ നിന്ന് താഴെ വീണു എന്ന് വരാം, പണം മുഴുവൻ ഒരൊറ്റ സുപ്രഭാതത്തിൽ ആരെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന് വരാം, ലക്ഷങ്ങൾ ചെലവഴിക്കേണ്ടി വരുന്നു എന്ന് വരാം രോഗ അവസ്ഥയിൽ. ഇതൊക്കെ വരും. പക്ഷെ ഇതൊക്കെ ഭഗവാന്റെ പരീക്ഷണങ്ങളാണ് എന്ന് നമ്മൾ സ്വീകരിക്കാൻ കഴിയണം. എളുപ്പമല്ല. പക്ഷേ ഇത് മനസ്സിൽ ഓർക്കണം. ഓരോ കഷ്ടതകൾ വരുമ്പോഴും ഇത് ഭഗവാൻ എന്നെ പരീക്ഷിക്കുക, ഇതിനെനിക്ക് തരണം ചെയ്തേ പറ്റൂ എന്ന ആ മാനസികമായ ഒരു തയ്യാറെടുപ്പ് ഉണ്ടാകണം. ഈ പരീക്ഷണങ്ങൾ തൻ്റെ കർമ്മഫലമാണ് എന്ന് മനസ്സിലാക്കി അതിനെ സഹിക്കാൻ കഴിയണം. അങ്ങനെ അത് ഉൾക്കൊണ്ട് സഹിച്ച് അതിനെ നേരിട്ട് ഇത് ഭഗവാന്റെ പരീക്ഷണമാണ്, ഇതിൽ ഞാൻ തളരില്ല ഭഗവാനെ, ഞാൻ നിന്റെ പാദാരവിന്ദത്തെ മാത്രമേ ആശ്രയിക്കുകയുള്ളൂ എന്ന് ഗജേന്ദ്രന് ചിന്തിക്കാൻ സാധിച്ചു. അതുകൊണ്ട് ഭഗവത് പാർഷദനായിട്ട് മാറി. നമ്മുടെ ജീവിതത്തില് എന്തെന്ത് ദുഃഖങ്ങൾ നേരിടേണ്ടി വന്നാലും അതൊക്കെ ഭഗവാന്റെ പരീക്ഷണമാണ് എന്ന് കരുതാൻ സാധിക്കണം. നാരായണ ഹരേ ഗുരുവായൂരപ്പ ജഗന്നിവാസ എന്ന് ആ ഭഗവാനെ ഹൃദയം ചുട്ടു വിളിക്കാൻ നമുക്ക് സാധിക്കണം. ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും നമ്മൾ തളർന്നും തകർന്നും പോകാറുണ്ട്.
ഇവിടെ ഒരു സാധകൻ, ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് പുറപ്പെട്ട ഒരു സാധകൻ വഴിയിൽപ്പെട്ട് വഴിയിൽ ഒന്ന് വഴുതി വീണുപോയി. ആ സമയത്ത് തളർന്നവശനായെങ്കിലും പൂർവജന്മ കൃത പുണ്യത്തിന്റെ ഫലമായിട്ട്, കഴിഞ്ഞ ജന്മത്തിൽ ചൊല്ലിയ നാമസങ്കീർത്തനത്തിന്റെ ഫലമായിട്ട്, ഈശ്വരോപാസനയുടെ ഫലമായിട്ട്, അഗസ്ത്യ മഹർഷിയിൽ നിന്നും കുറെ പാഠങ്ങൾ ഇരുന്ന് കേട്ടതിന്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് ഭഗവത് സ്മരണയുണ്ടായി. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ വീഴ്ചകൾ വരാം, മുതലയുടെ പിടുത്തം വരാം. പക്ഷെ മുതലയുടെ പിടുത്തത്തില് തളർന്നു പോകരുത്. ആ മുതലയുടെ പിടുത്തത്തിൽ നിന്ന് രക്ഷിക്കാൻ ബന്ധുക്കളും കൂട്ടുകാരും കൂടെ ഉണ്ടാവും. എൻ്റെ പണം, എൻ്റെ അധികാരം, ഇതൊക്കെ കൂടെ ഉണ്ടാവും എന്ന് തെറ്റിദ്ധരിക്കരുത്. വ്യാമോഹം വേണ്ട. അപ്പൊ തന്നെ പിടിച്ചോളൂ. ആരെ? ഭഗവാന്റെ പദാരവിന്ദത്തെ മുറുക്കി പിടിച്ചോളൂ. അജ്ഞാന അന്ധകാരത്തിലെ, അജ്ഞാനമാകുന്ന തമസിൽപ്പെട്ട് നട്ടം തിരിയുമ്പോൾ ഗുരുകാരുണ്യം കൊണ്ടും ഈശ്വരാനുഗ്രഹം കൊണ്ടും ഭഗവത് പദത്തിലേക്ക് എത്താൻ സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ മനുഷ്യ ശരീരം തന്നിങ്ങോട്ട് പറഞ്ഞയച്ചിട്ടുള്ളത്. ആ മനുഷ്യ ജന്മം സഫലമാക്കണം. ഇനിയും 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 എന്തിനാണ് വീണ്ടും 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 ജനിച്ചും മരിച്ചും ജനിച്ചും മരിച്ചും? വേണോ ഇത്? ഭഗവാനെ, ഇനി ഒരു ജന്മം എനിക്ക് വേണ്ട, എനിക്ക് നിന്റെ പാദത്തിലേക്ക് എത്തിച്ചേർന്നാൽ മതി എന്ന ഒരു ഭാവവിശ്വാസത്തോടു കൂടിയിട്ട് ചിന്തിക്കുന്നതൊക്കെ ആ ഭഗവത് കാര്യങ്ങളായിട്ട്. നേരത്തെ സൂചിപ്പിച്ചല്ലേ, കർമ്മം വളരെ ചെറിയൊരു മാറ്റത്തുണ്ട് കർമ്മത്തെ കർമ്മയോഗമാക്കാം. കർമ്മഠന്മാരാകാതെ കർമ്മയോഗികളായിട്ട് മാറാൻ ശ്രമിക്കാം. അതിനിടയിൽ വരുന്ന വീഴ്ചകള് നേരിടാൻ ശ്രമിക്കാം. അത് നേരിടാനുള്ള കഴിവ് തരണമേ എന്ന്, അതൊക്കെ സഹിക്കുവാനുള്ള കഴിവ് തരണമേ എന്നും, തളർന്നു പോകാതിരിക്കണമേ എന്നും ഭഗവാനോട് പ്രാർത്ഥിക്കാം. ഇതാണ് ഗജേന്ദ്രമോക്ഷത്തിലൂടെ വ്യാസഭഗവാൻ നമുക്ക് നൽകുന്ന സന്ദേശം. ഒരാനക്കഥയായിട്ട് കേൾക്കാതെ, ഒരു സാധകന്റെ കഥയായിട്ടും ഒരു ഗൃഹസ്ഥന്റെ കഥയായിട്ടും ഇതിനെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. നല്ല വാക്കു ചൊല്ലണം, നന്മ ചെയ്തു വാഴണം, നാമഘോഷമെന്നും എൻ്റെ നാവിലായി വന്നിടണം. നല്ല ചിന്തയേകണം, മനസ്സു ശുദ്ധമാകണം, നിത്യനായ ചിത്പ്രകാശരൂപനെ വണങ്ങണം. പുഞ്ചിലമ്പു കൊഞ്ചിടുന്ന പിഞ്ചുപാദമോർക്കണം, ആ പദാബ്ജം തന്നിലായി സദാ നമിച്ചിടുന്നു ഞാൻ. വാക്കുകള് ഭഗവത് പാദാരവിന്ദത്തിലും ഗുരുനാഥന്റെ പാദാരവിന്ദത്തിലും സമർപ്പിക്കുന്നു. ഈ ഒരു അവസരം തന്ന എല്ലാവരെയും നമസ്കരിക്കുന്നു. ശ്രവിച്ച സുഹൃതികളെ നമസ്കരിക്കുന്നു. ഒരു ചെറിയ അഭിപ്രായം കൂടി ഇതിനിടയിൽ സൂചിപ്പിക്കുകയാണ്. ഒരു സംസ്കൃത അധ്യാപകനും സംസ്കൃത പ്രചാരകൻ എന്നുള്ള നിലയിൽ പ്രഭാഷണങ്ങളുടെ കൂടെ ഇപ്പോൾ ഇംഗ്ലീഷ് പ്രഭാഷണങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം സംസ്കൃത പ്രഭാഷണം കൂടി, ഒപ്പം ഈ തത്വസമീക്ഷാ സത്രത്തിൽ ഉൾപ്പെടുത്തണം എന്നുള്ളൊരു വിനീതമായ ഒരഭിപ്രായം കൂടി. പലർക്കും സംശയമാണല്ലേ, സംസ്കൃതം മനസ്സിലാവോ ഇല്ലയോ എന്നൊക്കെ. സംശയമുണ്ടോ? ഇല്ല. സന്തോഷമായി. സമയമില്ല, ഇല്ലെങ്കിൽ ഞാനൊരു 10 മിനിറ്റ് സംസ്കൃതത്തിലൊരു പ്രഭാഷണം ആവാമായിരുന്നു. ഒരു മൈസൂര് കർണാടക ബോർഡറിൽ മൈസൂരിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്ത് നിന്ന് സപ്താഹത്തിൻ്റെ ഇടയിൽ ഓടി വന്നതാണ്. അതുകൊണ്ട് തിരിച്ച് രാത്രിയെങ്കിലും അവിടെ തിരിച്ചെത്തണം. സപ്താഹത്തിനിടയിൽ വന്നതാണ്. അതുകൊണ്ട് ഒന്നുകൂടി എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം.